ഇതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് ദൈവാനുഗ്രഹം. അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ വന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ അനുഗ്രഹം വേണം. ദൈവത്തിൻ്റെ അനുഗ്രഹം ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. എത്ര അധ്വാനിച്ചാലും കർത്താവിൻ്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. റോമ 9:16 മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെ അടിസ്ഥാനം. ഒരു പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളവും നല്ല ഒബ്സർവേഷൻ ഉണ്ടാകുക. കൂട്ടുകാർ അല്ലെങ്കിൽ നാട്ടിലുള്ള പിള്ളേർ പഠിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഉഴപ്പി നടക്കാൻ തോന്നുമോ? അപ്പോൾ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കുക. ഇനി പഠിക്കാനിരിക്കുന്ന സമയത്ത് പല വിചാരമാണെങ്കിലോ, പഠിക്കാനിരിക്കുന്ന സമയത്തായിരിക്കും ഗേൾ ഫ്രണ്ടിനെയോ ബോയ് ഫ്രണ്ടിനെയോ ഒക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുക, അല്ലെങ്കിൽ വെക്കേഷൻ എന്ത് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. ഔട്ട് ഓഫ് മൈൻഡ് വന്നു കഴിഞ്ഞാൽ പഠനം നടക്കില്ല. അപ്പോൾ പഠന സമയത്ത് നല്ല മൈൻഡ്, നല്ല ഒരു പ്രസൻ്റ് ആയിരിക്കണം. ഇനി ഇതെല്ലാം പഠിച്ചാലും 2 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ പരീക്ഷ സമയത്ത് ശക്തമായ ദൈവാനുഗ്രഹം വേണ്ടേ? എന്തൊക്കെ ചെയ്താലും, തലകുത്തിന്ന് പഠിച്ചാലും, വെള്ളത്തിൽ കാലിറക്കി വെച്ച് പഠിച്ചാലും, ഉറക്കൊഴിച്ച് പഠിച്ചാലും ദൈവാനുഗ്രഹം ഉണ്ടെങ്കിലല്ലേ വിജയിക്കാൻ പറ്റൂ, ഇല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പലരും പരീക്ഷയൊക്കെ വരുമ്പോൾ ഒരുക്കുമ്പസാരമൊക്കെ നടത്തുന്നത്. പരിശുദ്ധ ബലിയർപ്പണത്തിൽ, പരീക്ഷയുടെ ആരംഭ ദിവസം ബലിയർപ്പണത്തിൽ പോയി പങ്കുചേരും. അപ്പോൾ നമുക്ക് ദൈവാനുഗ്രഹം വേണം, നല്ല ഒബ്സർവേഷൻ വേണം, മൈൻഡ് പ്രസൻസ് വേണം, ബ്ലെസ്സിങ്സ് ഓഫ് ഗോഡ് വേണം. എല്ലാം കൂടി ചേരുമ്പോൾ നമ്മൾ വിജയിക്കും.